സ്മിത ഹരിദാസ് കൂടിയുണ്ട്. സ്മിത, അവിടെ നിന്ന് എന്തൊക്കെയാണ് പുതിയ കാഴ്ചകളൊക്കെ ഉണ്ടോ? പരന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ആവേശക്കൊട്ടാണ്. സാധാരണഗതിയിൽ ഈ പുലിത്താളം എന്ന് പറയുന്നത് ചെറിയ താഴ്ന്ന രീതിയിലാണ്, പക്ഷെ ആ ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്നു. നമ്മുടെ വമ്പൻ പുലികൾ എല്ലാവരും നിരയായിട്ട് പല വർണ്ണ പുലികളാണ് കണ്ടോ. വയലറ്റും വെള്ളയും കരിമ്പുലിയും ചൊമ്പുലിയും പച്ചപ്പുലിയും എല്ലാം നിരന്ന് നിൽക്കുക. ഇതിൽ ഏറ്റവും പ്രധാനം പുലികളുടെ ഈ അച്ചടക്കം, ഈ യാത്രയിലുള്ള പുലികളുടെ അച്ചടക്കത്തിന് മാർക്കുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് പാലിച്ച് തന്നെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ആ അച്ചടക്കത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നു. ഈ പുലികളുടെ വാല് കണ്ടോ, എന്ത് മനോഹരമാണെന്ന് നോക്കൂ. ശരിക്കുള്ള ഒരു പുലി ചാടി വരികയാണെന്ന് തോന്നും. അത് PVC പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഓരോ വാലുകളും അതിനൊക്കെ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഈ പുള്ളിപ്പുലിയുടെ വാലിന് നല്ല ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ പുള്ളിപ്പുലിയുടെ വാല് കണ്ടാൽ ശരിക്കും ഒരു പുലി കടന്നു പോകുന്നത് പോലെ ആ വാല് മാത്രം കണ്ടാൽ നമുക്ക് തോന്നുക. വരയൻ പുലികൾ, അത് ആ കടുവപ്പുലികളുണ്ട്. അങ്ങനെ അതാ നമ്മൾ പുറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നീണ്ട നിരയാണ് പുലികളുടെ. ഈ ലാസ്റ്റ് ലാപ്പിലെത്തുമ്പോഴേക്കും വലിയ തിരക്ക് വന്നു കഴിഞ്ഞു അനുജ. കാരണം നമുക്കറിയാലോ, കഴിഞ്ഞ വർഷമൊക്കെ സമ്മാനം നേടിയ ഒരു ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിയ്യൂറാണ്, വിയ്യൂർ യുവജന സംഘം പുലിക്കളി സംഘമാണ്. അപ്പൊ അവരുടെ കൂടെ ഇങ്ങനെ ആവേശത്തോടു കൂടി ആവേശ കമ്മിറ്റിയായിട്ട് ഒരുപാട് പേര് കൂടെയുണ്ട്. നടുവിലാലിലേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇനി അധിക സമയമില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ പോയിന്റിലും ഇവരുടെ ഈ അച്ചടക്കം, ഇവരുടെ പുലി വരകള്, ഇവരുടെ പുലിച്ചായ, പുലിയുടെ പെർഫോമൻസസ് ഇതെല്ലാം മാർക്കിട്ടാണ് പോകുന്നത്. അവസാന ലാപ്പിലേക്ക് നടക്കുമ്പോൾ ഏത് സംഘമാണ്? 9 സംഘങ്ങളാണുള്ളത്. 51 പുലികളാണ് ഇതിലുള്ളത്. ഏത് പുലിക്കാകും ഏറ്റവും നല്ല പുലിക്കുള്ള സമ്മാനം? ഇതിലൊരു പുലിയുണ്ട്. ഈ പുലി ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ആളുകൾക്കിടയിലേക്കൊക്കെ ഓടി ചെല്ലുമ്പോൾ ചിലപ്പോൾ കുട്ടികളൊക്കെ വല്ലാതെ ഭയക്കുന്നു. അത്രയ്ക്ക് ഒറിജിനൽ പുലിയെ വെല്ലുന്ന പുലികൾ ഇതിനുള്ളിലുണ്ട്. അങ്ങനെ അതിന്റെ ആവേശ തിമർപ്പിൽ തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ആ ചുറ്റിലും കാണാം ഒരുപാട് പേര് പുലികൾക്കൊപ്പം. എവിടുന്ന അതുണ്ടോ? കുട്ടനല്ലൂര് പുലികൾ. സൂപ്പർ. ആര് കപ്പടിക്കും? അതിനടിക്കാം, പറയാൻ പറ്റില്ല. വിയ്യൂരിന്റെ കൂടെ കണ്ടോ? അതോ ഇത് അടിപൊളിയാണോ? നിങ്ങൾക്കൊരു ഊർജ്ജമില്ലല്ലോ. ഇഷ്ടമാണോ? എല്ലാ കൊല്ലവും വരാറുണ്ടോ? ഈ ഫ്ലൂറസൻ പുലികളെയൊക്കെ ഇതിനു മുമ്പ് പുലിയാണത്. അതെയോ? കണ്ടില്ലേ ആട്ടം? അതിനിടയ്ക്ക് ഈ ചേട്ടനൊക്കെ നമ്മളെ ഒന്ന് ചീത്തയും പറയുന്നുണ്ട് കേട്ടോ, അവരുടെ തിരക്ക്. പക്ഷെ നമുക്ക് ലൈവില് നമുക്ക് ഈ പുലികളെ ലോകം മുഴുവനുള്ളവരെ കാണിക്കാതെ പറ്റുമോ? ഇത്ര അടിപൊളി ആവേശത്തോടുകൂടിയുള്ള പുലികള്, ഒറിജിനൽ പുലികളെ വെല്ലുന്ന പുലികളുമായി അങ്ങനെ തൃശ്ശൂർ നഗരത്തിൽ പുലികൾ ഇറങ്ങി. ഇനിയിപ്പോൾ അല്പസമയം കൂടിയേ ഉള്ളൂ. ഇതെല്ലാം ചേർന്ന് 500ഓളം പുലികൾ അങ്ങനെ ഒരുമിച്ച് സംഗമിക്കുന്ന ആ കാഴ്ചക്കായിട്ട് നമ്മൾ അല്പസമയത്തിനകം അങ്ങോട്ടേക്ക് എത്തും അനുജ. ഈ നടപ്പ് മുഴുവൻ നടന്നത് അതിനു വേണ്ടിയിട്ടാണ്, ആ ആവേശ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്. അതെ, കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും, നേരം ഇരുട്ടുമ്പോഴേക്കും അതിൻ്റെ സർപ്രൈസുകളൊക്കെ കുറച്ചുകൂടി വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്തൊക്കെയോ ഒരുക്കി വെച്ചിട്ടുണ്ട് ഓരോ ദേശക്കാർ എന്നതാണ്. ഇപ്പോൾ തന്നെ ചിലതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇനിയും വരാനിരിക്കുന്നു. ഇപ്പോൾ വന്നതൊന്നും ഒന്നുമല്ല എന്നൊക്കെയാണ് ഈ ഓരോ ദേശക്കാരും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.